കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറാക്കിയത് അഭിഭാഷക കമ്മീഷൻ ASP കുറുപ്പെന്ന് കണ്ടെത്തൽ. ശബരിമലയിൽ ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷണർ ASP കുറുപ്പിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി അന്നത്തെ ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസറും IPS ഉദ്യോഗസ്ഥനുമായിരുന്ന V ഗോപാലകൃഷ്ണൻ. ASP കുറുപ്പ് ഹൈക്കോടതിയെ കബളിപ്പിച്ചെന്നും കോൺഗ്രസ് നേതാവായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുമായി ഗൂഢാലോചന നടത്തിയെന്നും ഗോപാലകൃഷ്ണൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ASP കുറുപ്പ് അനധികൃത പണപ്പിരിവ് നടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. ഇപ്പോൾ വിവരങ്ങളുമായി കമലേഷ് തന്നെ ചേരുകയാണ്. കമലേഷ്, ഒരുപക്ഷെ ഇതുവരെ നമ്മൾ കണ്ടത് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നു ഈ തട്ടിപ്പെന്നതാണ്. V ഗോപാലകൃഷ്ണന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് ASP കുറുപ്പ് എന്ന് പറയുന്ന ആളിന്റെ നേതൃത്വത്തിൽ മറ്റു ചില ക്ഷേത്രങ്ങളിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഏറ്റുമാനൂരും അതോടൊപ്പം തന്നെ ശാസ്താംകോട്ടയിലും അടക്കമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളിലും തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ്. ആ കേസിന്റെ വ്യാപ്തി അങ്ങനെ കൂടുകയാണ്. എന്തിനിത്ര ധൃതി പിടിച്ച് കുറ്റപത്രമെന്ന് ചോദിച്ച കോൺഗ്രസുകാർക്കുള്ള മറുപടിയാണ് ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കളെല്ലാം ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. കൂടുതൽ പേരാണ് ഈ തസ്കര സംഘത്തിലേക്ക് കടന്നു വരുന്നത്. ശബരിമലയിൽ കൊള്ള നടത്തിയത്, കൊടിമര കൊള്ള നടത്തിയത് ആരൊക്കെ എന്നുള്ള ചോദ്യം, പോറ്റിയെ കയറ്റിയത് ആരെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൃത്യമായി തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത്? അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിൽ ഗോപാലകൃഷ്ണൻ നൽകിയ ഈ ASP കുറിപ്പ് നൽകിയെന്ന് പറയുന്ന റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് അവിടെ കയറിയത് എന്നതിനെ സംബന്ധിച്ചും സ്പോൺസർഷിപ്പിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്താണ്? സിജു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ V ഗോപാലകൃഷ്ണൻ മുൻ IPS ഉദ്യോഗസ്ഥനാണ്. കോൺഗ്രസിന്റെ സർക്കാർ ഭരിക്കുന്ന കാലത്ത് അന്ന് ദേവസ്വം ബോർഡിലെ ചീഫ് വിജിലൻസ് ഓഫീസറായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. അതേ ഉദ്യോഗസ്ഥനാണ് നിലവിലിപ്പോൾ അന്നത്തെ കാലത്ത്, അതായത് 2016, 2017 കാലത്ത് ശബരിമലയിൽ നടന്നിട്ടുള്ള അഴിമതികളെക്കുറിച്ച്, കൊള്ളയെക്കുറിച്ച് വളരെ കൃത്യമായി കൈരളി ന്യൂസിനോട് വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, അവിടെ ശബരിമലയിൽ അന്നത്തെ ആ കാലത്ത് അദ്ദേഹം ജോലിയിലുണ്ടായിരുന്ന കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണനാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അജയ് തറയിലാണ് ദേവസ്വം ബോർഡിന്റെ അംഗമായി പ്രവർത്തിച്ചിരുന്നത്. VS ജയകുമാർ, അതായത് അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന VS ശിവകുമാറിന്റെ സഹോദരൻ VS ജയകുമാറാണ് സെക്രട്ടറി. ഈ VS ജയകുമാർ അറിയാതെ ഒരു തട്ടിപ്പും അവിടെ നടക്കില്ല. അതായത് VS ജയകുമാറിനെ ഒപ്പം നിർത്തിയാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും മറ്റ് ASP കുറുപ്പ് അടക്കമുള്ള എല്ലാ ആളുകളും, അവിടെ ആരൊക്കെ വരുന്നോ അവരെല്ലാവരും അവിടെ തട്ടിപ്പ് നടത്തുന്നത് ഈ VS ജയകുമാറിനെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ടാണ് എന്ന് വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇതിൽ വളരെ കൃത്യമായി പറയുന്നത് ഇതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഈ ASP കുറുപ്പ് എന്തിന് 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ ഇത്തരത്തിൽ അമ്പലങ്ങൾ കയറി ഇറങ്ങി വന്ന് ഈ നിലയിൽ ഇങ്ങനെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ചോദ്യം അദ്ദേഹം ന്യായമായും ചോദിക്കുന്നുണ്ട്. 1 രൂപ പോലും തനിക്ക് വേണ്ട എന്ന് പറയുന്നു അദ്ദേഹം. ഇതിൽ നിന്നും പണം കിട്ടുന്നുണ്ട്, എന്തോ സാമ്പത്തിക ലാഭം ഇതിനകത്തൊന്നും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ സാമ്പത്തിക ലാഭമുണ്ടാക്കി അഴിമതി നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ശാസ്താംകോട്ടയിലെ ഒരു അമ്പലത്തിൽ നിന്നും അവിടുത്തെ കമ്മീഷണറായിരുന്ന ഒരു വ്യക്തി, IRS ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി ഈ ASP കുറുപ്പിനെ അവിടെ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി V ഗോപാലകൃഷ്ണൻ കൈരളി ന്യൂസിനോട് പറയുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് സാഹചര്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആര് ശബരിമലയിലേക്ക് കൊണ്ടുവന്നു, എല്ലാ സഹായങ്ങളും ചെയ്തു നൽകി സ്പോൺസറായി അവിടെ എത്തിച്ചത് ആരാണ് എന്നുള്ളതാണ് വലിയ തർക്ക വിഷയമായി നിന്നിരുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം, അതായത് ASP കുറുപ്പ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം വളരെ കൃത്യമായി അതിനകത്ത് ASP കുറുപ്പ് തന്നെ ചൂണ്ടിക്കാട്ടുന്നു, അന്ന് ദേവസ്വം ബോർഡ്, കോൺഗ്രസ് ഭരിക്കുന്ന ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ, താൻ അഭിഭാഷക കമ്മീഷനായി നിൽക്കുന്ന ഘട്ടത്തിൽ ഈ മണിമണ്ഡപങ്ങളിലെ ബലക്ഷയത്തെക്കുറിച്ച് ദേവസ്വം ബോർഡ് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു, ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്തിൽ പറയുന്നത്, ആദ്യം ഞാൻ നേരത്തെ വായിച്ചതുപോലെ തന്നെ, നിരവധി ഡിവോട്ടീസിന്, അതായത് ഭക്തർക്ക് ജീവഹാനി പോലും ഉണ്ടാക്കാൻ കഴിയുന്ന നിലയിലേക്ക് അത് തകർന്നു വീഴാൻ പാകത്തിൽ നിൽക്കുകയാണ്, അതിന് ബലക്ഷയമുണ്ട്, അത് അപകടകരമായ അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണ് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എത്തുന്നത് എന്ന കാര്യം കൂടി ഇതിനകത്ത് വളരെ കൃത്യമായി പറയുന്നത്. ശരി കമലേഷ്, ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കൊടിമര കൊള്ളയുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണവും ഇന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ, അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി. തീർച്ചയായും ഇതിനകത്ത് 2 അന്വേഷണങ്ങൾ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. 2 കേസുകളുണ്ട്. ഒന്ന് കട്ടിളപ്പാളിയിലെ സ്വർണം മാറ്റിയതുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണം മാറ്റിയതുമായി ബന്ധപ്പെട്ട്. ഇതിൽ 2ലും വിശദമായ അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശം അത് സംബന്ധിച്ച് പുറത്തു വന്നത് 3ാമതൊരു കേസ്, അതായത് ഈ കൊടിമരത്തിലെ സ്വർണം മാറ്റിയതുമായി ബന്ധപ്പെട്ട്, കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കേസിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘമല്ല, അവർക്ക് ജോലി ഭാരമുണ്ട്. അതുകൊണ്ട്
വിജിലൻസിന്റെ കീഴിൽ ഒരു സംഘം അന്വേഷിക്കട്ടെ എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മഹേഷ്, അതായത് ദക്ഷിണ മേഖല വിജിലൻസ് SP മഹേഷിന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം ഇന്നു മുതൽ ആരംഭിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഉത്തരവ് കഴിഞ്ഞ ദിവസം വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇതിനകത്തും അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ആളുകളിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. അജയ് തറയിലാണ് അന്നത്തെ കാലത്ത് ദേവസ്വം ബോർഡിലെ മെമ്പറായി പ്രവർത്തിച്ചിരുന്ന, ദേവസ്വം ബോർഡ് അംഗമായി പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസ് നേതാവാണ് അജയ് തറയിൽ. ആദ്യഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന കോൺഗ്രസ് നേതാവായിരിക്കും അജയ് തറയിൽ എന്ന കാര്യവും വളരെ വ്യക്തമാവുകയാണ്. ഏതായാലും ഇതിന് വലിയ വ്യാപ്തിയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് നിലവിൽ കൈരളി ന്യൂസ് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്ന തെളിവുകളും രേഖകളും പുതിയ വസ്തുതകളും കൂടി കണക്കിലെടുക്കുമ്പോൾ, ഈ വി ഗോപാലകൃഷ്ണൻ IPSന്റെ വെളിപ്പെടുത്തൽ കൂടി കണക്കിലെടുക്കുമ്പോൾ ആ അന്വേഷണം അജയ് തറയിൽ മാത്രമല്ല, അത് സ്വാഭാവികമായും ASP കുറുപ്പിലേക്ക് ഉൾപ്പെടെ എത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ASP കുറുപ്പിന്റെ കാര്യം നേരത്തെ വി ഗോപാലകൃഷ്ണൻ പറഞ്ഞു.